ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനും മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം കറികളൊന്നും കാണത്തില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കറികൾ മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അരി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം എടുത്തപ്പോഴാണ് ചോറ് വെക്കാനുള്ള വെള്ളം ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ചേട്ടൻ പുറത്ത് വെള്ളം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പ് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടന് പരിപ്പ് ഒരുപാട് ഇഷ്ടമാണ്, അതായത് ചുമല പരിപ്പില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ജീവിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവുന്നത്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു, പിന്നെ അങ്ങോട്ട് ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അന്നോർത്തെ ജീവിതമല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. എല്ലാ കാലവും നമുക്ക് ഓരോരുത്തരെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പരിപ്പ് കറി ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ വെക്കാറുള്ളത്. ഞാൻ പരിപ്പ് കറി അത്യാവശ്യം കുറുക്കിയാണ് കേട്ടോ വെക്കുന്നത്. കാരണം കുറുക്കി വെക്കുമ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് വെക്കുന്നത്. പരിപ്പ് കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചോറും പരിപ്പ് കറിയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞതുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ.